പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് മണ്ണൂർ MCB UP സ്കൂളിൽ തുടക്കമായി. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പുകളിൽ പോയാൽ സന്തോഷമുള്ളത് ഞാൻ NSS വളണ്ടിയറാണ്. ഞാൻ പഠിക്കുന്ന സമയം ഇപ്പോഴല്ല കേട്ടോ, അപ്പൊ ഞാൻ NSS വളണ്ടിയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോ MLA ആയപ്പോഴും ഞാൻ NSS ക്യാമ്പ് എന്ന് പറയുന്നത് ഓർക്കും. ആ ക്യാമ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ഊർജ്ജം, എനർജിയുണ്ട്. ആരുടെ മുമ്പിൽ പോയി സംസാരിക്കും, സഭാകമ്പമില്ലാതെ വർത്തമാനം പറയാനാണ്. ഇതൊക്കെ നമുക്ക് ഇത്തരം ക്യാമ്പുകളിലൂടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ഞാൻ നഴ്സിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് 1989 നിങ്ങളൊന്നും ചരിച്ചിട്ടേ ഇല്ല. അപ്പൊ 10 ദിവസമാണ്. അപ്പൊ ഞങ്ങളുടെ അന്നത്തെ ക്ലാസ് ഇതുപോലെ ക്ലാസ്സുകൾ പോയി നോക്കലും അത്രയില്ല. അവിടുത്തെ NSS ക്യാമ്പിൽ പ്രധാനമായി നമ്മുടെ മാനവശേഷി സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പോലത്തെ ക്ലാസ്സുകൾ വളരെ കുറവാണ്. ക്ലാസ് വൈകുന്നേരം വരുമ്പോൾ ഒരു അവലോകനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പങ്കെടുത്തുള്ളത് മസി കോളേജിൽ നിന്ന് അറിയാമോ? മസി കോളേജ് എടുത്തോ? അപ്പൊ അതിന്റെ തൊട്ടടുത്ത വെണ്ണക്കര തിരുനെല്ലായി ഒക്കെ കേട്ടില്ലേ? അവിടെ ഒരു പ്രദേശത്തായിരുന്നു. അവിടെ ഇന്നത്തെ പോലെ നമ്മുടെ നാട്ടില് എല്ലാ വീട്ടിലും കർപ്പൂസ് പുറത്തു പോയിട്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമൊന്നും അല്ല. വാർഡംഗം ഹുസൈൻ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ മുരളി മണ്ണൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ N രാജേഷ് ക്യാമ്പ് സന്ദേശം നൽകി. പ്രോഗ്രാം ഓഫീസർ PS അനില പദ്ധതി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് P ബാബു, പത്തിരിപ്പാല ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ, MPTA പ്രസിഡന്റ് CB കാവ്യ, PTA വൈസ് പ്രസിഡന്റ് K നിഷ, പ്രിൻസിപ്പൽ KR കർപ്പകം, സ്കൂൾ പ്രധാന അധ്യാപിക L സവിത, സ്റ്റാഫ് സെക്രട്ടറി M രതീഷ്, R അജിത, G ഷിബു നായർ, PS അഭിനവ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KR കർപ്പകം സ്വാഗതവും വളണ്ടിയർ ലീഡർ KR അശോക നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ വിളംബര ജാഥ, ലഹരി വിരുദ്ധ കമ്മ്യൂണിറ്റി ക്യാൻവാസിംഗ്, ഉൽപ്പന്ന നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം, കരുതൽ കവചം, വിത്തും കൈക്കോട്ടും, എയ്ഡ്സ് ബോധവൽക്കരണം, മ്യൂസിക് തെറാപ്പി, ഊർജ്ജ സംരക്ഷണ യാത്ര, സാംസ്കാരിക യാത്ര, ഹരിതകർമ്മ അംഗങ്ങൾക്ക് ആദരം, ജീവിതശൈലി രോഗങ്ങൾ ക്ലാസ്, സ്നേഹാങ്കണം തുടങ്ങി നിരവധി പരിപാടികൾ ക്യാമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്.